ടോയ്ലറ്റിലാണ് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ഹാപ്പിയായ പീസ്ഫുള്ളായ ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിതാ ചെറിയൊരു വെക്കേഷൻ മോഡ് സ്റ്റാർട്ടായിട്ട് അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ കിങ് ഫഹദ് ദമാം എയർപോർട്ടിലാണ്. സോ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷെ എന്തായാലും ഇപ്പോൾ ഒരു ചെറിയൊരു സർപ്രൈസ് ആയിട്ട് അത് ഇരിക്കട്ടെ എന്തായാലും, അല്ലേ? അപ്പോൾ എനിവേയ്സ് നമ്മൾ രാത്രിയാണ് ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാത്രിക്കകത്ത് ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ എയർപോർട്ടിലെത്തി അൽബേക്ക് ഓർഡർ ചെയ്ത് ഇതാ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും നന്നായി കഴിച്ചു. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ദമാം എയർപോർട്ടിലാണ്. ഞങ്ങള് ഒരു ചെറിയ ഒരു വെക്കേഷൻ മോഡ് നടന്നു. അപ്പൊ ഞങ്ങള് ഇപ്പൊ റിവീൽ ചെയ്യല്ലേ, എക്സ്ക്യൂസ് മീ കപ്പിൾസ്, കൈയൊക്കെ പിടിച്ചു പോകുന്ന കപ്പിൾസ് അറിയാതെ പിടിച്ചു പോയതാണ് എന്ന്. അപ്പൊ ഞങ്ങള് എന്താണ് ഞാൻ പറയണ കേക്ക് എങ്ങനെയുണ്ട്, രസമുണ്ടോ ഇല്ലേന്നുള്ളത് കമന്റ് ചെയ്യുക. 5 പൈസ ചുവപ്പ് വാച്ച്, മഞ്ഞ ടീഷർട്ടും ചുവപ്പ് വാച്ച്. ഞങ്ങളുടെ കുട്ടിപ്പട ടീംസ്. മെഹറു ഇവിടെ നിക്ക്. അപ്പൊ ഇനി നമുക്ക് ട്രിപ്പിനെ കുറിച്ച് പറയാം. അപ്പൊ ട്രിപ്പ് ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മളെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നമ്മള് ദമാമിലുള്ള അമിൻസി ട്രാവൽസ് എന്ന് പറഞ്ഞവരുടെ ഒരു പാക്കേജിലാണ് നമ്മൾ പോകുന്നത്. അത് വരുന്നത് 4 ഡേയ്സും 3 നൈറ്റ്സും ആണ് വരുന്നത്. സോ ഗായ്സ്, ഞങ്ങൾ ഇതാ ഇങ്ങനെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ മെല്ലെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി വി ആർ വെരി എക്സൈറ്റഡ്. എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ടതാണ്. സോ ഞങ്ങൾ സീറ്റൊക്കെ സെറ്റായി, മീമൊക്കെ ടയേർഡ് അയക്കുന്ന ഉറക്കം വന്നിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അസർബൈജാൻ ഫ്ലൈറ്റിൽ നമ്മൾ പോവാൻ വേണ്ടി. അപ്പൊ ദമാമിന്ന് കയറുമ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫുൾ ഹുഡീസ് ഒക്കെ ഇട്ടിട്ടാണ് ഫ്ലൈറ്റിലൊക്കെ കയറിയത്. പക്ഷെ കയറിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഇങ്ങനെ അതൊക്കെ അഴിച്ചു. ഗായ്സ്, ഞങ്ങളുടെ അസർബൈജാൻ ഫ്ലൈറ്റിൽ നിന്ന് അസർബൈജാൻ എയർലൈൻസിൽ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഫുഡ് കാണാൻ. ആക്ച്വലി ഇത് ബീഫാണ്. നമ്മൾ 2 ചിക്കൻ ബിലൂസിനും ഞാൻ വിളിച്ചിട്ട് വരാം. ഹായ്. അപ്പം ഞങ്ങളിപ്പോൾ അസർബൈജാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ ടോയ്ലറ്റിലാണുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടപ്പോൾ ഇത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി അസർബൈജാനിൽ ഇതേപോലെ ഞങ്ങളെപ്പോലെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ അവർക്കൊരു ചെറിയൊരു ഇൻഫോർമേഷൻ ഇപ്പം കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഉള്ളത് അസർബൈജാനത്തെ ബാക്കു എയർപോർട്ടിലെ ടോയ്ലറ്റിലാണ് കേട്ടോ. ഇപ്പം കാണിച്ചു തരാം.
സോ ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ നമ്മുടെ ടോയ്ലറ്റ്സിൻ്റെ സൈഡിൽ സ്പ്രേ പൈപ്പ് ഇവിടെ വരുന്നില്ല. പകരം ക്ലോസറ്റിൻ്റെ സെൻറ്ററിൽ ആ ഒരു നോബില്ല, അതാണ്. അത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലുള്ള ആ പൈപ്പില്ല, അതാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വാട്ടർ വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ക്ലീൻ ചെയ്യാം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. പക്ഷേ നമ്മൾ നിന്നിരുന്ന ഹോട്ടൽസിലും ഇതിലൊക്കെ സ്പ്രേ പൈപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ പബ്ലിക് ടോയ്ലറ്റൊക്കെ പോകുമ്പോൾ നോർമലി സ്പ്രേ പൈപ്പ് കുറവാവുക. ചിലയിടത്ത് ഈ നോബും ഉണ്ടാവില്ല, ടിഷ്യൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യം സ്റ്റെക്കായ പോലെ ഇനി വരുന്നവർ സ്റ്റെക്ക് ആവണ്ടല്ലോ, ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. സോ ഗായ്സ്, ഇപ്പം കണ്ടതാണ് നമ്മുടെ ട്രാവൽസിൽ വന്ന ഫുൾ ടീം. അപ്പം ഇനി നമ്മൾ എല്ലാവരും ഒപ്പമായിരിക്കും ട്രാവൽ ചെയ്യുക. സോ അറ്റ് ലാസ്റ്റ് ആഫ്റ്റർ 3 hours ഓഫ് ട്രാവലിംഗ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ബാക്കു ഹൈദരാലി എയർപോർട്ടിൽ, അസർബൈജാനിൽ എത്തിയിരിക്കുകയാണ്. സോ ഞങ്ങൾ എന്താ ഈ കാട്ടിക്കൂട്ടെന്ന് വെച്ചാൽ വന്നിറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വായിൽ കൂടെ പുക പോകുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. സോ നമ്മളെ വിളിക്കാൻ നമ്മുടെ ഗൈഡും ബസ്സും വന്നിട്ടുണ്ട്. സോ നമ്മളിനി നേരെ പോകുന്നത് നമ്മളെ ഹോട്ടലിലേക്കാണ്, വെസ്റ്റ് ഷൈൻ എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് പോകുന്നത്. സോ ഇനി അടുത്ത വീഡിയോസിലായിട്ട് നമുക്ക് ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ കാണാം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.